ഗാനമേളയാണ് നമുക്ക് ഉള്ളിക്ക് നടത്തൊക്കെ പിന്നെ വേഗം കഴിയും. ഹലോ, അപ്പോൾ ഇന്ന് December 23 എൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ പൂട്ടിയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട്. ജാസ്മിൻ കുട്ടി സൂലൊക്കെ വീട്ടിലുണ്ട്. അപ്പോഴേ ഫസ്റ്റ് തന്നെ ഒരു ട്രാജഡിയാണ് പറയാനുള്ളത്. കാരണം ഞാൻ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കറക്റ്റ് ടൈമിൽ കിട്ടിയില്ല. അവർ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. അപ്പം ഞാൻ കുറച്ച് മുന്നേ നൈക്കേന്ന് ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പം വെറുതെ ഒന്ന് ഓർഡർ ആക്കി ഇട്ടതാണ്. എനിക്കതിൻ്റെ ഒരു പാറ്റേണൊക്കെ ഇഷ്ടപ്പെട്ടപ്പം ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി ഇട്ട് കുറച്ച് പരിപാടികളൊക്കെ വരുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അന്നത്തെ ദിവസം അത് കിട്ടിയതുകൊണ്ട് എനിക്ക് ഇന്ന് ഈ ഡ്രസ്സ് ഇടാറായി. അല്ലെങ്കിൽ അത് ചുരിദാർ പോലത്തേക്ക് ഉണ്ട്, നമുക്കൊരു ഗൗൺ പോലത്തേക്ക് ബർത്ത്ഡേക്ക് ഇടാന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ എനിക്ക് ഞാൻ ഗൗൺ അധികം ഇപ്പൊ പുതിയതില്ലല്ലോ, ഞാൻ അധികം ചുരിദാറല്ലേ ഇടുന്നത്. അപ്പൊ കറക്റ്റ് ദിവസം തന്നെ എനിക്ക് ഈ ഒരു ഗൗണ് കിട്ടിയതുകൊണ്ട് ബർത്ത്ഡേക്ക് ഈ ഒരു ഡ്രസ്സ് ഇടാറായി. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണ്ട ഒരു കമന്റ് ചെയ്യും. അപ്പൊ ഞാൻ ലിങ്ക് കമന്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇതാണ് അപ്പൊ നമ്മളിന്ന് ബർത്ത്ഡേക്ക് ഇടാൻ പോകുന്ന ഡ്രസ്സ്. ഹലോ അന്നമ്മോ, അന്നമ്മ വന്നിട്ടുണ്ട്. കണ്ടോടന്ന് കുളിക്കാൻ വയ്ക്ക. ഹാപ്പി ബർത്ത്ഡേ ടു നബിലാമ എന്നിട്ട് പറയേ. ആ മെസ്സേജ് അയച്ച പോലെ പറഞ്ഞേക്കണേ. അപ്പോഴേ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇതാ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പിന്നെ നമുക്കൊരു 4 മണി ആകുമ്പോഴൊക്കെയാണ് നമ്മൾ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കുറച്ച് നല്ല ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസേഴ്സ് പരിചയപ്പെടുത്തരുതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാനിതാ കുറച്ച് അടിപൊളി ഈ ഒരു വിൻ്റർ സീസണിലത്തെ ഈ ഡ്രൈനെസ്സും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാത്തരം സ്കിൻ പ്രോബ്ലംസിനുള്ള മോയ്സ്ചറൈസേഴ്സ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാത്തരം സ്കിൻ പ്രോബ്ലംസിനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മൾ ഡെർമാക്കോയുടെ മോയ്സ്ചറൈസേഴ്സ് ആണ് കേട്ടോ. ഇതിലിതാ 3 ടൈപ്പിലുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 3ഉം 5% നിയാസിറാമൈഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ്. 3 ഡിഫറെന്റ് സ്കിൻ ടൈപ്പിനുള്ളതാണ് കേട്ടോ. ഇത് ഡെർമാക്കോയുടെ 5% നിയാസിറാമൈഡ് അടങ്ങിയിട്ടുള്ള ഒരു മാറ്റിഫൈങ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതും ഡെർമാക്കോയുടെ 5% നിയാസിറാമൈഡ് അടങ്ങിയിട്ടുള്ള ഒരു ഭയങ്കര എന്താ പറയുക ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീം. അതായത് ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ, ഭയങ്കര ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഓയിലി ആവും. അപ്പോൾ നമുക്കൊരു മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ക്രീസി ആയിട്ടും മേക്കപ്പ് കേക്കി ആയിട്ടൊക്കെ സ്കിൻ മൊത്തം ഓയിലി ആയതുകൊണ്ടും അതുകൊണ്ട് വരുന്ന പിന്നെ ഓയിലി ആയതുകൊണ്ട് വരുന്ന പിമ്പിൾസും അക്നെയൊക്കെ കാരണം ഭയങ്കരമായിട്ട് ഓയിലി സ്കിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി മോയ്സ്ചറൈസർ പരിചയപ്പെടുത്തി നിയാസിനമൈഡും അതുപോലെ സെറാമൈഡ്സും അടങ്ങിയിട്ടുള്ള നിയാ സെറാമൈഡ്സ് മോയ്സ്ചറൈസർ മാറ്റിഫൈങ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് നിയാസിനമൈഡ് ആണെങ്കിലും അതുപോലെ സെറാമൈഡ്സ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിനെ ഭയങ്കര സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും കോംപ്ലക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. സ്കിന്നിൽ ഉണ്ടാവുന്ന എല്ലാ ബാരിയേഴ്സിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു 24 hours വരെ സ്കിന്നിന് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിലൊരു ജെൽ ഫോർമുലയാണ് ഉള്ളത്, കണ്ടില്ലേ? ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ജെൽ ഫോർമുല ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഓയിലിന് സെബം ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും സ്കിന്നിന്റെ ഹൈഡ്രേഷൻ ബാലൻസ് ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് 1 സൈഡ് ഈ ഒരു നിയാസെറാമൈഡ്സിന്റെ മോയ്സ്ചറൈസറും അതുപോലെ 1 സൈഡ് വേറൊരു മോയ്സ്ചറൈസറും തേച്ചിട്ട് കാണിച്ചു തരാം. 1 സൈഡ് നമ്മളുടെ ഡെർമാക്കോയുടെ 5% നിയാസെറാമൈഡ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി 1 സൈഡ് ഞാൻ വേറൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. തിക്കണായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ മോയ്സ്ചറൈസർ കാണാൻ പോലും, കാരണം ഇത് ജെൽ ഫോർമുലയാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആ. സ്കിന്നിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് സ്കിന്നിൽ ബ്ലെൻഡ് ആയി നോക്കി. ഇതിന്റെ പുറത്ത് മേക്കപ്പ് ഇട്ടാലും ഒട്ടും കേക്ക് ആവില്ല, ഭയങ്കര തിക്കാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാവും ചില മോയ്സ്ചറൈസർ തേക്കാൻ ഭയങ്കര കണ്ടോ. ഇവിടെ ഞാൻ നിയാസെറാമൈഡിന്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ പോലില്ല. ഇവിടെ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കുറച്ച് തെർമോക്കോളിന്റെ ബോൾസ് ആണ്. ഇതാ ഈ മോയ്സ്ചറൈസർ നമ്മുടെ രണ്ടാമത് വെച്ച മോയ്സ്ചറൈസർ വെച്ചിട്ടുണ്ട്. തെർമോക്കോളെല്ലാം അവിടെ സ്റ്റിക്ക് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തൊട്ടി പിടിച്ചു, കാരണം അവിടെ എപ്പോഴും ഓയിൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് മോയ്സ്ചറൈസ് വെച്ച ഭാഗത്ത് ഈ ഫേസ് ഭാഗത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ മുഖത്ത് പിടിക്കണല്ലതൊക്കെ പൂവാണ്. കുറെ നേരമായി ട്രൈ ചെയ്യണം. ഈ ഭാഗത്ത് തെർമോക്കോൾ ഒട്ടിച്ചെല്ലാം പറന്നു പോവാണ് കേട്ടോ. കാരണം ഇവിടെ ഇത്രയും ഓയിൽ ഉള്ളതുകൊണ്ടാണ് അതവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്. ഡെർമാക്കോയുടെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത ഭാഗത്താണ് കേട്ടോ. ഒട്ടും ഓയിലി അല്ല, നമുക്ക് ടിഷ്യൂ പേപ്പർ കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ, ഇതിന്റെ പുറത്തൊരു ഓയിൽ കണ്ടന്റ് കാണുന്നില്ലേ?
അപ്പൊ ഇത് കണ്ടോ 5% നിയാസെറാമൈഡ് ഡെയിലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതൊരു നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കാണ്. ഇത് ജെൽ ഫോർമുല അല്ല, ഇതുപോലത്തെ ഒരു ക്രീം ഫോർമുല തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇത് ഭയങ്കര തിക്കല്ല, എന്നാൽ ഭയങ്കര എന്താ പറയാ തീരെ ലൂസി ജെൽ ഫോർമുല അല്ല, ഒരു മീഡിയം അങ്ങനത്തെ ഒരു ഫോർമുലയാണ് കേട്ടോ. ഇത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ഫോർമുലയുള്ള 24 hours വരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ബ്ലെൻഡ്സ് ഓഫ് 5 എസെൻഷ്യൽ സെറാമൈഡ്സ് അടങ്ങിയിട്ടുള്ളത് പെന്റാവൈറ്റിന് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. കൂടാതെ വൈറ്റമിൻ ഇയും സ്ക്വലൈൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സ്കിന്നിന് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണ, ഭയങ്കര ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരണം നോക്കിയാൽ. എന്നാൽ ഭയങ്കര സ്റ്റിക്കി അല്ല, പക്ഷെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു തരം മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത്. ഇതും 5% നിയാസെറാമൈഡ് അടങ്ങിയിട്ടുള്ള ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഇതിൽ ഓട്ട് എക്സ്ട്രാക്റ്റും ലിപ്പിഡ് കോംപ്ലക്സും യൂറിയ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഡീപ്പ് മോയ്സ്ചറൈസിംഗ് ആ. ഇത് അപ് ടു 72 hours വരെയാണ് ഹൈഡ്രേഷൻ തരുന്നത്. അപ്പൊ ഈ വിന്റർ സീസണിലൊക്കെ ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങനെ ഒരു ഫോർമുലയുള്ള മോയ്സ്ചറൈസർ ആണ് ഇത്. 72 hours വരെ ലാസ്റ്റ് ചെയ്യാം. ഇത് 3 ഡിഫറെന്റ് എസെൻഷ്യൽ സെറാമൈഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അതുപോലെ ഭയങ്കര റഫ് സ്കിൻ ഉണ്ട്, അവിടെ ഒരു പീലിംഗ് ഒക്കെ ചെയ്യുന്ന ഡ്രൈ സ്കിൻ, അവർക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഒരു ഇന്റൻസ് മോയ്സ്ചറൈസിംഗ് തരുന്ന ഒരു ബാരിയർ സപ്പോർട്ട് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് കേട്ടോ. മാത്രമല്ല അപ് ടു 72 hours വരെ ലാസ്റ്റ് ചെയ്യും. സ്കിന്നെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഡീപ്പ് മോയ്സ്ചറൈസറാണ്. അപ്പം ഈ ഒരു ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഇതുപോലത്തെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഭയങ്കര ആപ്റ്റാക്കണ്ട സ്കിൻ. കവളത്തിൽ 2 ബൾബ്. പിന്നെ നമ്മൾ ഡെർമാക്കോ അറൌണ്ട് 20,000+ സ്റ്റുഡൻസിനെയാണ് യങ് സയന്റിഫിക് ഇനിഷ്യേറ്റീവ് വേണ്ടിയിട്ട് എംപവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ഡെർമാക്കോയിൽ പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റുഡൻസിനെ കൂടി ഹെൽപ്പ് ചെയ്യുന്നത് പോലെയാണ്. ഇത് ഡെർമാക്കോയുടെ വെബ്സൈറ്റിലും നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ ഇതിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല ഇപ്പൊ നമ്മൾ നിയർ ബൈ സ്റ്റോഴ്സിലെല്ലാം ഡെർമാക്കോയുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്ക്. കൂടെ നമ്മളുടെ കൂപ്പൺ കോഡ് കൂടി ഉപയോഗിച്ചോളൂ, അപ്പൊ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി കിട്ടും കേട്ടോ. ഓക്കെ, ഹലോ. അപ്പൊ ഇതാ ഒരുങ്ങിട്ടോ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പൊന്നാനി, ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത്. എന്താ ഇപ്പൊ ഇവിടെ ബർത്ത്ഡേന്റെ കാര്യം പറയാൻ ഇവിടെ തിരക്കിട്ട് ലൈന്. ഇന്ന് മുടി ഇങ്ങനെ വെട്ടിക്കതിന്റെ സന്തോഷത്തിലാ. സ്കൂൾ തുറക്കാൻ 5 ദിവസം കൂടി ഉള്ളു, അപ്പത്തിനും വളരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോഴേ ഇതാ നമ്മളിന്ന് ഇതാണ് നമ്മുടെ ലുക്ക്. ഒന്ന് മുഴുവൻ കാണിച്ചു കൊടുക്കും. ഫാൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ ബർത്ത്ഡേന്റെ ഡ്രസ്. ഇതാണ് കേട്ടോ ഡ്രസ്സിന്റെ ഡിസൈൻ മുന്നേ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം റെഡി അല്ലേ? അതാ സുലുദാ, സുലു വിത്തോട്ട് കമ്മൽ, സുലു ബിനാസ് ഡിസൈൻസിന്റെ ഡ്രസ് അടിക്കണം അല്ലേ? നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് ഇങ്ങനത്തെ അതൊക്കെ കിട്ടിട്ടില്ലല്ലോ. ഓക്കെ, അങ്ങനെ സുലു ഉണ്ട്. സുലു കമ്മലൊക്കെ ഇങ്ങോട്ടാണ്ടിട്ടുണ്ട്, ബാക്കി കഴിഞ്ഞിട്ടില്ല. ഇത് പണ്ടേ കുറച്ച് വർക്കുള്ള ഡ്രസ് ഇട്ട ചെറിയൊരു സ്വഭാവം ഉണ്ട്, അപ്പൊ അതിനുള്ളത് വേറെ എടുത്തിക്കാം. അന്നമ്മോന്റെ പിന്നെ അന്നമ്മോന്റെ നെജിത്ത ഡിസൈൻസ് അല്ലേ? ലൈക്ക് വ്യൂ സ്ക്വയറിൽ വെച്ചിട്ടാണ് കേട്ടോ, നമ്മളെ പൊന്നാനിയുള്ള അവിടെ വെച്ചിട്ടാണ് പരിപാടി. ലേക്ക് വ്യൂ സ്ക്വയറില. ജാസ്മി കുട്ടി അതാ ആരുടെ ബർത്ത്ഡേ? എന്റെ അല്ലേ? ഓള് വന്നു നോക്ക്. എന്താ ജാസ്മി കുട്ടിന്റെ ഡ്രസ്സ് ആണല്ലേ ഇത്? ഡിസൈൻ ചെയ്ത പേജ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, ഈ ഒരു ചുരിദാർ. അപ്പൊ ഇത് ഡിസൈൻ ചെയ്ത പേജ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസം തന്നെ കിട്ടിട്ട്. ഓക്കെ, അതാ ഡാഡിയൊക്കെ ഒന്ന് ചുള്ളരെ 30 ഏറ്റവും ചെറിയ പോൾക്ക് 35 വയസ്സായി. വാപ്പത്തൊന്നും ആലോചിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഇന്നൊക്കെ ചെയ്ത സെറ്റപ്പിലാണ് കേട്ടോ. അതാ ഇമ്മച്ചി അതാ എന്റെ വയസ്സ് കൂടുന്ന ഉമ്മാക്ക് തീരെ ഇഷ്ടമല്ല. തോർത്തൊക്കെ കാണിച്ച് ബർത്ത്ഡേ വീഡിയോ കലമ്പാക്കി. ഓക്കെ, ഞാൻ ഇവിടെ അവിടെ അതാ എന്താ നമ്മളെ ലൈക്ക് വ്യൂ സ്ക്വയറിലാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ 35 നടക്കണക്ക് പറയേണ്ടതാണ് നമ്മൾ ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി ഉള്ളതൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി, നമുക്ക് പോയി നോക്കാൻ എത്തിക്കില്ലേ? ഇവിടെ നല്ല അടിപൊളി ഒരു ലൈക്ക് ഉള്ളത് കൊണ്ടാണല്ലോ. അതാ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. എന്നാ അങ്ങോട്ട് വാ, ഇസു കൂടെ വായിട്ടോ. ഇതാണ് ലൈക്ക് വ്യൂ സ്ക്വയർ. ഇപ്പോഴാണ് ശരിക്കും അതായത് നോക്കിയാ
നല്ല അടിപൊളി ലൊക്കേഷൻ ആയിട്ട് ഇവിടെ ആയാലും ഇങ്ങനത്തെ ഒരുപാട് ഇവന്റ്സ് ഒക്കെ നടത്താൻ വേണ്ടിട്ട് അതിനുള്ള സ്ഥലമാണ്. വെഡിങ്ങിന്റെയും അങ്ങനത്തെ ഒരുപാട് ഇവന്റ്സ് നടത്താൻ അതിന് പറ്റിയൊരു ലൊക്കേഷൻ ആട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമല്ലേ. നമുക്കൊരു കേക്ക് കട്ടിങ് കണ്ടു. പക്ഷെ നിങ്ങൾക്കൊരു വിരോധാഭാസം ചിലപ്പോൾ തോന്നിയിട്ടുണ്ടോ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? കാരണം നമ്മളെന്ത് ഞാൻ പറഞ്ഞില്ല, ഓറഞ്ച് ഡ്രസ്സാണ് നമ്മളെ കോഡ്. അപ്പൊ അവർ അതിനനുസരിച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലാസ്റ്റ് നിമിഷം ഞാൻ പറഞ്ഞല്ലോ റോസായി. അതുകൊണ്ട് ചെറിയൊരു കോമ്പിനേഷൻ പ്രശ്നം ഉണ്ടാവും. ആരെ കണ്ടത് ബോഗൺവില്ല ഇവളൊക്കെ ഏകദേശം ഓറഞ്ചാ. ഇവിടുത്തെ ബോഗൺവില്ല ഉള്ളതുകൊണ്ട് ഇത് വെച്ചിട്ട് നമ്മളെ കോമ്പിനേഷൻ ചെയ്യാം നമുക്ക്. അപ്പൊ എന്തായാലും ഞാൻ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് നമ്മൾ കേക്ക് കട്ടിങ്ങിന്റെ കാര്യമൊക്കെ നോക്കാം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾ ബർത്ത്ഡേക്ക് തൊപ്പി വെക്കൂല. എന്റെ തൊപ്പി ഇങ്ങനത്തെ ചെറിയ വ്യത്യാസമുള്ളൂ. അതെ, ഇത് നല്ലൊരു സൺഷെയ്ഡ് കൂടിയാണ് ഈ ഒരു തൊപ്പി. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ഫോട്ടോ എടുക്കാനാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഇങ്ങനെ ഫാമിലി ഫംഗ്ഷൻസും ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. പെരുന്നാളിനൊക്കെ എല്ലാവരും ഫാമിലിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തുന്ന വീഡിയോസ് ഒക്കെ കണ്ടു ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കൊള്ളാലോ പരിപാടി എന്ന്. അപ്പൊ നല്ല രസമുണ്ട് കണ്ട പോലെ തന്നെ. അതിൻ്റെ ഇടയിൽ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഫോട്ടോ തൽക്കാലത്തേക്ക് പോസ്റ്റ് ചെയ്യാം. നല്ല മുന്തിരി ജ്യൂസ് ഡ്രസ്സിക്ക് മാച്ചാ. നിനക്ക് വേണ്ടേ? അന്നാണ് അവരാളല്ലേ. അപ്പൊ ഇതാ ഞങ്ങള് ഇവിടെ നല്ല ലൊക്കേഷൻ ആയതുകൊണ്ട് കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കായിരുന്നു. നല്ല രസമാണ് ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. ഒരുവിധം എല്ലാ ഇൻഡോർ ഔട്ട്ഡോർ പ്രോഗ്രാംസ് നടത്താനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഇന്റിമേറ്റ് വെഡിങ്, എൻഗേജ്മെന്റ് ഫംഗ്ഷൻസ്, ബ്രൈഡൽ ഷവർ, ഗ്രൂം ടു ബി, ഹൽദി, ഇതുപോലെ ബർത്ത്ഡേ സെലിബ്രേഷൻസ്, പിന്നെ ഗെറ്റ് ടുഗദർ, റിട്ടയർമെന്റ് പാർട്ടി, അതുപോലെ ഈ പ്രൊഡക്ഷൻ ലോഞ്ച് പാർട്ടി, അങ്ങനെ ഫോമൽ ഇൻഫോമൽ ആയിട്ടുള്ള ഒരുവിധം എല്ലാ ഫംഗ്ഷൻസിലുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിന്റെ മുകളിലായിട്ട് കണ്ടില്ല ഇങ്ങനെ ഒരു വിശാലമായ ഒരു ഹാൾ ഉണ്ട്. അതായത് ലൈക്കിക്ക് ഒരു വ്യൂ ഉള്ള ഹാളാണ് കേട്ടോ അത്. പിന്നെ ഇതുപോലെ 2 ബെഡ്റൂംസ് ഉണ്ട് മുകളില്. അവിടെ ഇങ്ങനെ ടിവിയും നല്ല ബെഡും പിന്നെ നല്ലൊരു ബാത്റൂമും മിററും ഇതുപോലെ അടിപൊളി ഒരു വ്യൂ ഒക്കെ ഉള്ള. അപ്പൊ നമുക്ക് വന്ന ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. അവന്റെ കണ്ണ് നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. എന്താ ഇവിടെ യോഗാസനം ഉണ്ടോ? നോക്കട്ടെ ഒന്നും നിന്ന് സായിക്കുട്ട. ഓ കിടിലൻ പൊളി അമ്പടാ. സുബ്ഹാനല്ലാഹ്, കയ്യ കൊടിയും കേക്ക് കട്ട് ചെയ്തിട്ടാവാ ബാക്കി. എന്റെ പൊന്നോ. ഓ കുഞ്ഞു കുട്ടികൾ ടോം ആൻഡ് ജെറി കാണാം. അപ്പൊ തിരക്കിട്ട് കിടന്നിട്ട്. അതേതാ ബാക്കിലൊരു കുഞ്ഞുകുട്ടി. എന്റെ അമ്മ ഒന്ന് വേറെ ഇരിക്കണ്ട്. ഇതിനായിരിക്കും ഇപ്പൊ കെട്ടിയെടുത്ത് മറ്റേ പൊന്നാനി വരാത്. ടോം ആൻഡ് ജെറി. ഡാഡി ചായ കാച്ചലും തുടങ്ങി. ഓഹോ, അതെ, ആ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ. തുണിയൊക്കെ വേണമെങ്കിൽ വാഷ് ചെയ്യാം. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ലൈക്ക് വ്യൂ സ്ക്വയറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ലൊക്കേഷനും നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇവന്റ് നല്ല അടിപൊളിയായി നടത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്ത് നോക്കി കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ട് ഇവന്റ് നടക്കുമ്പോൾ ഫോട്ടോസ് ഇപ്പൊ മെയിൻ ആണല്ലോ. അപ്പൊ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള നല്ല ലൊക്കേഷനും ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവർ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ നമുക്ക് ഇതിന് ഡെക്കറേഷൻ വേണമെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുകയാണ്, അതാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഗൈസ്, എങ്ങനെയുണ്ട് ഈ സ്പോട്ട്? അടിപൊളിയുണ്ട് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വെഡിങ്ങിന്റെ പ്രീ വെഡിങ് ഷൂട്ട്, പോസ്റ്റ് വെഡിങ് ഷൂട്ട്, സേവ് ദ ഡേറ്റ് നിങ്ങൾ അമ്മമാരപ്പുറത്തിരിക്കണ്ടോ? സുലു ഇന്നോസിന്റെ സേവ് ദ ഡേറ്റ് ഇവിടുന്ന് ചെയ്താൽ മതിയെന്ന്. ഏറ്റു ഇല്ല, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടി നടത്താം. ഓക്കെ, അത് തൽക്കാലം ഇപ്പൊ അതുള്ളൂ പോസിബിൾ. ഓ ആ ഡേറ്റ് നീ സേവ് ചെയ്ത്, ആ ഡേറ്റ് സേവ് ചെയ്തേക്കാം. ഇന്ന അപ്പൊ ആ സ്വപ്നങ്ങൾ തകർന്നു. ഞാനത് കണ്ട് കേക്ക് കണ്ടപ്പോ ചിലരോട് ചാടി വരാം. കുഞ്ഞു വീഡിയോ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസമായിട്ടേ ഭയങ്കര ഒച്ചപ്പാടാണ്. ശാന്തമായ ഒരു സ്ഥലം കിട്ടിയപ്പോഴേ വാപ്പ റിലാക്സ് ചെയ്യും. ഓറഞ്ച് ആയിരുന്നു കേട്ടോ തീം, വൈറ്റ് ആൻഡ് ഓറഞ്ച് ഇതിന്റെ ഡ്രസ്സ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഓറഞ്ച് തീമിൽ സെറ്റ് ചെയ്തിങ്ങനെ. ഇപ്പൊ അതുകൊണ്ട് കുറച്ചൊരു കോൺട്രാസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. കേക്ക് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്
പാടിക്കോളെ. ഓക്കേ. Happy birthday to you. Happy birthday to you. നബിലാമ്മക്ക് സർപ്രൈസ് ഗിഫ്റ്റുമായി വന്നിക്കാണ്. നമുക്ക് ഉള്ളിക്ക് ഓക്കെ, നമുക്ക് ഉള്ളിക്ക് പോയി വെക്കാം. ഇത് നമ്മളെ ശൈതാമാർക്ക് വരാൻ പറ്റില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞത് എനിക്ക് ഗിഫ്റ്റ് കപ്പ് ഗിഫ്റ്റ് ഒന്നും ആരും വാങ്ങിക്കണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത്. കാരണം അത് വെറുതെ ആയിട്ടുള്ള സമയം കളയണ്ടെന്ന് ഒന്നും വേണ്ടായിരുന്നു. നമ്മള് എന്തായാലും ന്യൂ ഇയർ പാർട്ടി നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലായിക്കോട്ടെ. അതന്നെ മാത്രമാണ് കേട്ടോ. പൂൾ പാർട്ടി, ന്യൂ ഇയർ പൂൾ പാർട്ടി സുൽത്താന്റെ വീട്ടിൽ. അത് എത്ര അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് കയ്യിൽ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് തുറക്കല്ലേ. ഇതിപ്പോ തുറക്കണോ? അതന്നെ തുറക്കണില്ല. എല്ലാരും കൊടുക്കാനല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ബർത്ത്ഡേ ആരും ഗിഫ്റ്റ് തരണ്ട. കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് കൊത്തിക്കൊണ്ട് പോകുന്ന കാണിച്ചു കൊടുക്കും. കഴുകന്മാരെ കാണിച്ചു കൊടുക്കും. എല്ലാരും ഞാൻ ഡബിൾ എക്സൽ എടുത്തു. അവർക്ക് ഓവർ ആയപ്പോഴേ വേണ്ടത് കുറച്ച് സൈസ് ഓവറാ. എക്സൽ ഇട്ട് നോക്കിയില്ല. പക്ഷെ അതേ ഡ്രസ് ഞാൻ ഇട്ട് നോക്കിയ ഡ്രസ്സാ. എനിക്കൊരു കിസസ് കിട്ടിയില്ല. ഇതേ ഗിഫ്റ്റ് കിട്ടി എനിക്ക് കിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു ഇന്നോളെ പേഴ്സ് ക്ലച്ചസ് എന്റെ തന്നെ ക്ലച്ചസ് ആകും. അപ്പൊ ഡയറി മിൽക്ക് ഹൈപ്പ് എടുക്കണേ. ഇത് തുറക്കുന്ന ആരും വിചാരിക്കണ്ട, ആർക്കും തരില്ല ഞാൻ. അങ്ങനെ ഓസിക്ക് ഗിഫ്റ്റ് വന്നിട്ട് സ്റ്റാർ ആവാൻ നോക്കണ്ട. ഇത് ഞാൻ സ്റ്റുഡിയോയില് പോയപ്പോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉണ്ണിക്കുട്ട കണ്ടിക്കണ ഈ ഒരു സ്ട്രഗ് ഞാൻ നോക്കിയത്. എനിക്കിന്ന് തിരിച്ചു വന്നതല്ലേ. എനിക്ക് നേരാക്കാൻ സമയമുള്ളത് ഞാൻ ഈ സ്ട്രഗ് എടുത്തില്ല. ഒരു ഷേപ്പ് വെക്കേണ്ടത് ലൂസായിട്ട് നിൽക്കുന്ന ഒരു സ്ട്രഗ് അങ്ങനത്തെയാണ്. അടിപൊളി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഷൈത്ത ഇന്റെ അടുത്ത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് വരണം എന്ന് വിചാരിച്ചിരുന്നാണ് കേട്ടോ. അപ്പൊ യാമിക്കുട്ടിക്കൊന്നൊരു കുഞ്ഞു പനിയുണ്ട്. എന്റെ അമ്മച്ച് സൂക്ഷിച്ചു വെച്ചിട്ടായിരുന്നു. കഴുകന്മാരെ ചുറ്റിനുള്ളതുകൊണ്ട് എനിക്ക് കിട്ടുന്നത് നമുക്കറിയാം. അപ്പൊ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തന്നിട്ടായിരുന്നു. അപ്പൊ അത് നടന്നില്ല. യാമിക്കുട്ടിക്ക് പനി ആയതുകൊണ്ട് പിന്നിതാ ഒരു ഇത് മാറ്റി വൈറ്റ് മാറ്റി ഞാൻ ലൗച്ചിനെ കൊണ്ടുപോയി ഈ ടീഷർട്ട് കുപ്പായം വേണ്ട. കിട്ടി കിട്ടി, സാധനം കിട്ടി. കിട്ടി. അടിപൊളി ഡ്രസ്. കൊറേ കാലായിട്ട് ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ടേ സൈസിന് കിട്ടും ചെയ്തിട്ട് തിരക്കിന്റെ ഇടയിൽ എപ്പോഴാണാവോ ഇതൊക്കെ എടുക്കുന്നത്. ഞാനെങ്കിലും ഇത്ര കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി സന്തോഷായി.
പിന്നെ ഇവർക്ക് ഇവിടെ ലേക്ക് വ്യൂ സ്ക്വയറിന്റെ മേക്കപ്പ് സ്റ്റുഡിയോ കൂടി ഉണ്ട് കേട്ടോ. അതായത് കുറച്ച് ദൂരേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവന്റിനൊക്കെ വരുമ്പോൾ മേക്കപ്പ് ചെയ്ത് ഇവിടെ ഒന്ന് ഡള്ളാവോ എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. അത് ഇവിടെ വന്നിട്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഷൂട്ടിന് മുന്നേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുങ്ങാനുള്ള സെറ്റപ്പ് കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൂടി ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് റെഡി ആവാനും മേക്കപ്പ് ചെയ്യാനൊക്കെ പറ്റിയ ഡ്രസ്സിംഗ് റൂമായിട്ട് ഇങ്ങനെ ഒരു റൂമുണ്ട്. പിന്നെ മുകളിൽ കാണിച്ച റൂം കൂടി ഉണ്ട്. ഞാൻ ടച്ചപ്പ് ചെയ്താണ് പുറത്തേക്ക് നോക്ക്. നല്ല രസത്തിലേക്ക് ഭയങ്കര അടിപൊളി വ്യൂ. അവിടെ ആ പാലത്തിന്റെ ലൈറ്റിംഗ് അങ്ങോട്ടൊക്കെ പോണല്ലേ. പക്ഷെ അവിടെ നിന്ന് എത്ര രസം ഉണ്ടാവില്ല. ദൂരം ചെറിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തോന്നുന്നു. പൊന്നാനിക്കാർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നവര്. അവരെന്നെ പറഞ്ഞു ആ പാലം എന്താണ് ഏതാണെന്നൊക്കെ. അത് നമ്മളെ ടീംസ് ഒക്കെ ഉണ്ട്. താഴെവാടി അവരവിടെ എൻജോയിങ്ങില്ല. പിന്നെ ഇന്ന് നല്ലൊരു ക്ലൈമറ്റും ആണല്ലേ. പിന്നെ മരുന്ന് നിലവിലായപ്പോ നല്ല സുഖമുണ്ട്. അപ്പൊ അടുത്തതായി നടക്കാൻ പോകുന്നത് ഗാനമേളയാണ്. പരിസരത്തുള്ള എല്ലാവരും രക്ഷപ്പെടുന്നവരൊക്കെ രക്ഷപ്പെട്ടോളൂ. ഗാനമേള നടക്കാൻ പോകുന്നത്. എവിടെ മൈക്ക് എടുക്കും? അയ്യോ അവിടെ ഫോട്ടോഷൂട്ട് നടന്നോണ്ടിരിക്കാനുള്ള ഏതൊരു ദൊറോത്തി മതാമ. നടത്തൊക്കെ പിന്നെ വേഗം കഴിയും. ഞാൻ അവിടെ ഇരുന്നോ. ജാസ്തിക്കുട്ടിന്റെ മോഡലൊക്കെ ഒരു വീട്ടിൽ കിട്ടുമ്പോ സെക്കൻഡ് നിമിഷം നേരം കൊണ്ട് അവളോട് എത്തി. ആ കൈതലിന്റെ വർക്കൊന്ന് കാണിച്ചാ ഓക്കെ. ഇവിടെ ഒന്നാമത് നമ്മളിങ്ങോട്ട് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടാണല്ലോ ഈ ഒരു സ്ഥലം. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര ഒരു റിലാക്സ് ആണ് അല്ലേ, ശാന്തത. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഡിസംബറിന്റെ ക്ലൈമറ്റ് പിന്നെ ഒന്നും പറയാനില്ല. കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട്, നല്ലൊരു എ സിയിൽ ഇരിക്കണ പോലെ. അപ്പൊ നെജിത്താനെയും അതുപോലെ ഷൈത്താനെയും അളിയനെയും ഷെഫ്കുട്ടിനെയും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാവരും വേണമായിരുന്നു. അങ്ങോട്ട് ഒന്ന് പോകണം എന്നാ വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ഈ നാളെ തൂതലൊക്കെ പോകാനുള്ളതല്ലേ. പക്ഷെ എന്താ വന്നപ്പോൾ പോകാൻ തോന്നണില്ല അല്ലേ. അപ്പൊ പിന്നെ ഇവിടെ നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും എല്ലാം ഇവരോട് സെറ്റാക്കി തരും. പിന്നെ നേരത്തെ കാണിച്ചില്ലേ, വേണമെങ്കിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യാം. സ്റ്റേ ചെയ്യാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ സുഖത്തിൽ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. മക്കളെ എന്താ പരിപാടി? നല്ല സുഖമായിട്ട് അല്ലു അർജുനും കണ്ടിരിക്കാം. സമയം കഴിഞ്ഞ് പോവാണ്. ഇനി സമയമില്ല. ഓ മക്കൾക്ക് ഇവിടെ വന്നിട്ട് പോവാനും തോന്നുന്നില്ല കേട്ടോ. സമയമില്ല. വേണ്ട ഓഫീസ് ചെറുതായിട്ടൊന്ന് ബലൂൺ പൊട്ടിയതാ. അപ്പോഴേതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പിയായി, നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ എന്താ സമയമല്ല. നമുക്ക് ഒന്നാമത് നാളെ ഇനി അങ്ങോട്ട് പോകണ്ടേ, നാളെ പോകണം, മറ്റന്നാളെ പരിപാടി പോവാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ഒരു ലേക്ക് വ്യൂ സ്ക്വയർ ഒരു ഈവനിങ് അടിപൊളിയായിരുന്നു കേട്ടോ അല്ലേ. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. നേരിട്ടൊന്ന് പറയട്ടെ, എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. നല്ലോണം ഫിൽറ്റർ അടിക്കണം. ഓ ഈ ഇട്ടത്തെ ഏത് ഫിൽറ്ററും പിടിക്കൂല. ഫ്രീ ആയിട്ട് ഇനി സ്റ്റേ ആയിട്ടൊക്കെ വരണല്ലേ. ഇനി ഇവിടെ അതല്ല ഒന്ന് ഫ്രീ ആയിട്ട്, കാരണം ഞങ്ങൾക്ക് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. അതൊക്കെ കഴിഞ്ഞ ഒരു ദിവസം രാത്രി നിന്നിട്ട് വേണം പോവാൻ. അപ്പോഴും ലൈറ്റും ആംബിയൻസും ഒക്കെ ഭയങ്കര രസമുണ്ട്. ഫാമിലി ആയിട്ട് വരണം, ഭയങ്കര രസമല്ലേ. എൻജോയ് ചെയ്യാൻ ഫുൾ ഫാമിലി കുറച്ചുകൂടി വരണം, എല്ലാവരും കൂടി കൂട്ടിയിട്ട് വരണം. അപ്പൊ കുറച്ചുകൂടി ഭയങ്കര അടിപൊളിയാക്കി.
അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചാൽ കിക്കായി. അപ്പോൾ ഇനി തിരിച്ചു പോട്ടെ. അപ്പോൾ എന്തായാലും ലേക്ക് വ്യൂ സ്ക്വയറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്ക്. നല്ല അടിപൊളി സ്റ്റേക്കും പിന്നെ ഇവൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് പോവാം ഒക്കെ പാക്കായി. ഓക്കെ, കേക്ക് ബാക്കി വന്നാൽ ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കേക്ക് നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ വയറ് നിറഞ്ഞ കാരണം കൊണ്ട് വേണം ചിലപ്പോൾ അത്ര ആവശ്യം. രാവിലെ അങ്ങനെ ചൂടോളം ചിലവാണ്. കൂടെ കിട്ടിയ ഐറ്റംസ് ഒന്നും എല്ലാവർക്കും കിട്ടിയില്ല. അപ്പത്തിനും ചിലവായി. നല്ല അപ്പൊ എന്തായാലും നമ്മുടെ ഫംഗ്ഷനൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായി. നല്ല സർവീസും ആണ്. പിന്നെ ഇവിടെ ഭയങ്കര അടിപൊളി, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അടുത്തൊരു ഇവന്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ എന്തായാലും ലൈക്ക് വ്യൂ സ്ക്വയറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so fuck.